എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് ചപ്പാത്തിയും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും, കാലത്തോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഒക്കെ. അപ്പോൾ ഞാനതാണ് കഴിക്കുക. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പം നിറയെ മഴയല്ലേ, മഴയും വെള്ളവും ഒക്കെയാണ് നിറച്ചിങ്ങനെ കിടക്കുക. അപ്പോൾ അത് കുറേ നേരമൊക്കെ നോക്കി നിൽക്കാൻ നല്ല സുഖമാണ്. പക്ഷേ മഴ എന്ന് പറയണത് ഒരു വിഷമം പിടിച്ച സംഗതി തന്നെയാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തോ ഒരു ദുഃഖം പോലെയാണ്. എനിക്കങ്ങനെയാണ് തോന്നാറ് കേട്ടോ. എന്നാൽ ചൂട് കാലത്ത് അങ്ങനെ തോന്നാറില്ല. അപ്പം ഞാൻ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, അതധികം വേണ്ട, 1 കപ്പ് എടുക്കാം. പിന്നെ ഓരോ കപ്പ് വെച്ചിട്ട് ക്യാരറ്റ്, അത് നിങ്ങളുടെ കയ്യിലനുസരിച്ച് കൂടുതലും കുറയോ ഒക്കെ ചെയ്യാട്ടോ. വഴുതനങ്ങ പോയി പൊട്ടിച്ചാൽ പിന്നെ കുറേ മരങ്ങൾ പിഴുത് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ കട്ട് ചെയ്തൊക്കെ ഞാൻ വെച്ചു. അപ്പോൾ അത് കുറേ എടുത്തിട്ടുണ്ട്. പപ്പായ ഇതിൽ കുറേ ചേർക്കണം കേട്ടോ. പപ്പായയാണ് ഇതിൻ്റെ മെയിനായ സംഗതി. അപ്പോൾ അത്ര ഇട്ടു. പിന്നെ ഇനി വേണ്ടത് ബീൻസാണ് കേട്ടോ. ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് എന്നിട്ട് ഞാൻ ഇട്ട് കാണിച്ചു. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, ഇത്രയും വേണ്ടു. മഞ്ഞൾ കുറച്ച് മതി, ഒരു നുള്ള്. കളറ് മാറണ്ടെന്നുള്ളവർക്ക് അത് മഞ്ഞൾ ചേർക്കണം എന്നില്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു 2 വിസിൽ കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് കുക്കറിൽ ഇത്തിരി ഒരു ലേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം, അത് മതി. ഇതിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പം പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും കാര്യമായിട്ട് വരില്ല. ഒരു 1/2 ഗ്ലാസ്, പിന്നെ കുറച്ച് ബീൻസ്, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് 2 വിസിൽ. അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അതിൻ്റെ നമ്മളിത് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് കുക്കർ ഏതാണ്ട് വിസിലൊക്കെ വീണ് കിടപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകിടാം. കടുകിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്കത് പച്ചക്കറി കഴിക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ കഴിക്കാൻ അങ്ങോട്ട് പറ്റണ്ടേ എന്ന് പറയും. കുട്ടികൾക്കായാലും അതങ്ങോട്ട് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കടുകിട്ടു, കുറച്ച് സവാള ഇട്ടു. ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. നല്ല ചൂട്ടോടെ നല്ല ചപ്പാത്തിയും ഈ കറിയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ സവാള വലിയതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണ്ട, വലിയതായിട്ട് തന്നെ കിടക്കട്ടെ. അപ്പോൾ ഒരു വലിയ സവാള 2 എണ്ണം, അതാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പൊടികളൊന്നുമില്ല കേട്ടോ. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കണില്ല. ഇത് മാത്രമേ ഉള്ളൂ. പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി. അപ്പം നമുക്ക് വേവിച്ച് വെച്ച പച്ചക്കറി ഒന്നിച്ച്, അതായത് ക്യാരറ്റ്, ബീൻസ് എല്ലാം, പപ്പായ, ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി അങ്ങോട്ട് ചേർക്കുക. ഉരുളക്കിഴങ്ങ് കുറച്ച് മതി, ഒരു ചെറിയ 2 ഉരുളക്കിഴങ്ങ് ഇതിനാവശ്യമുള്ളൂ കേട്ടോ. ഷുഗറൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചത് കേട്ടോ. എന്നിട്ട് ഇതങ്ങനെ പ്രായമായവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു കറിയാണ് കേട്ടോ അത്. കാരണം എല്ലാ വെജിറ്റബിൾസും നമ്മളെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി 2 എണ്ണവും ഇത് കൂടുതലും ഇട്ടിട്ട് നമ്മൾ കഴിക്കണം. കറി കൂടുതൽ, ചപ്പാത്തി ഒരു 2 എണ്ണം മതി കേട്ടോ. അപ്പോൾ വയറൊക്കെ നന്നായിട്ട് ഫില്ലാവും. അങ്ങനെ ഇനി ഇതിലേക്ക് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് മല്ലിയില, അതെന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ അത് പോവാനും കൂടി നല്ലതാണ്. അപ്പോൾ ഇത് ആഫ്രിക്കൻ മല്ലിയാണ്. ആഫ്രിക്കൻ മല്ലിക്ക് ഇത്തിരി വേവുണ്ട്, മറ്റേ മല്ലി പോലെയല്ല. മറ്റേത് നമുക്ക് ചൂടാറി, അതായത് ഇറക്കി വെച്ചതിന് ശേഷം അത് അരിഞ്ഞിട്ടാൽ മതി. ഇത് ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി കൊടുക്കണം, എന്നാലത് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചത് ഞാൻ പരത്തി തുടങ്ങി, ചട്ടി വെച്ചു, ഇട്ടു. ചപ്പാത്തിക്ക് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കുഴച്ച് വെച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ നേരം കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒന്ന് കമഴ്ത്തിയിട്ടു.
ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ കാലത്ത് അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഉണ്ടാക്കി വയ്ക്കുക. പ്രായമാവുന്നതിനനുസരിച്ച് നമുക്കിത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കി കിട്ടുക. അപ്പോൾ ചപ്പാത്തി കമ്പനി അങ്ങനെയൊക്കെയുള്ള കുറേ ചപ്പാത്തിയുടെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കും. പക്ഷെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയുടെ അത്ര ആ ടേസ്റ്റ് കിട്ടില്ല. എന്തായാലും ഉണ്ട്, അത് ബിസിനസ് ചെയ്യണവരൊക്കെ ഉണ്ടാവും, അവർക്ക് ദേഷ്യം വരും ഞാനത് പറയുമ്പോൾ കേട്ടോ. അതല്ല, അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ വീട്ടിലുള്ളത് വേറെ. അപ്പം നമ്മൾ ഇങ്ങനെ ആദ്യം തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊണ്ടിരിക്കുക. ഒരു സൈഡിൽ പരത്തിക്കൊണ്ടിരിക്കുക. ഒരാൾക്ക് എത്ര വേണമെങ്കിലും ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, എത്ര നേരം, വളരെ കുറച്ച് നേരം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുറച്ച് കുഴച്ച് വെക്കണം എന്നുള്ളൂ. അതിന് ശേഷം നമ്മളിതേ ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ വീഡിയോ. അപ്പം അതിൽ കണ്ടവർക്കൊക്കെ ഇത് ബോറിംഗ് ആയിരിക്കും. ഞാനത് ഇതോടുകൂടിയിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാൽ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ വരെ നല്ല സോഫ്റ്റായിട്ടിരിക്കും ചപ്പാത്തി. പിന്നെ ഇതേപോലെ തന്നെ ചപ്പാത്തി പരത്തിയിട്ട് രണ്ട് പുറവും ഒന്ന് ചൂടാക്കിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് പരത്തിയിടുക പേപ്പറിൽ. എന്നിട്ട് പരത്തിയിട്ടതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ അടുക്കടുക്കായിട്ട് ഫ്രിഡ്ജിൽ ഇടയിൽ ഓയിൽ പേപ്പർ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തിന് നമുക്ക് ഇരിക്കും. നമുക്ക് പൂരി ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും അതിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ പരത്തി വെച്ചാലും മതി ഇടാം. അപ്പോൾ അപ്പോൾ വീട്ടിൽ നമുക്ക് ആരെങ്കിലും സഹായത്തിനുള്ളവരാണെങ്കിൽ അവർ വരുന്ന ദിവസം അവരെ കൊണ്ട് കുറേ ചപ്പാത്തി ഇതേപോലെ ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് 2 or 3 ചപ്പാത്തി എടുത്തിട്ട് ദിവസേന എടുത്തിട്ട് ഉണ്ടാക്കി കഴിച്ചാലും മതി. അതും ഒരു എളുപ്പപ്പണിയാണ്. അപ്പോൾ ഇതും വളരെ സുഖമായിട്ട് നമുക്ക് ഇതുപോലെ പരത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ മതി നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ. കണ്ടോ, ഞാൻ ഇപ്പോൾ വളരെ ഇതായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, റിലാക്സ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത് നന്നായിട്ട് പരത്തണു. ഒരു പുറം നമ്മളെ ഇട്ടിട്ടുണ്ട്, ഒരു ഭാഗം ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കമത്തിയിട്ടതിന് ശേഷം അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ ചൂട് പിടിക്കും. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഫ്ലെയിമിലേക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ പിന്നെ ഇതെടുത്തിട്ട് ഇത് ഇപ്പോൾ ചപ്പാത്തിയുടെ പുറത്ത് നമ്മൾ ഇത്തിരി ഗീ ബട്ടറോ പുരട്ടി കൊടുക്കുക. ഒരു സൈഡ്, 1 സൈഡ് മാത്രം മതി. എന്നിട്ട് അടിയിലത്തെയും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ മറ്റേ പുറവും നമ്മൾ മറ്റേ ചപ്പാത്തി വയ്ക്കുമ്പോൾ ആ ഭാഗം കൂടെ ഓയിലി ആവും. അങ്ങനെ ആക്കി വയ്ക്കുക. അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്ന് വെച്ചാൽ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഏതായാലും കഴിക്കുക. ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര സോഫ്റ്റായിരിക്കും ചപ്പാത്തി, നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ ചപ്പാത്തി ചോദിക്കും, ഇത് നല്ല ചപ്പാത്തിയാണല്ലോ എന്ന് പറയും എടുക്കുമ്പോൾ തന്നെ. വീട്ടിലുള്ളവരായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്, ചപ്പാത്തി നന്നായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, നമ്മളുണ്ടാക്കുന്ന ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക എന്നത്. കണ്ട ഇതേപോലെ കണ്ട എന്ത് മാതിരി ഇരിക്കണം നോക്കിയാൽ ചപ്പാത്തി കണ്ട. അപ്പോൾ ഇതേപോലത്തെ ചപ്പാത്തി നിങ്ങൾ ഉണ്ടാക്കണ്ട. ഇതേപോലെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യത്തിനും കുറച്ചും കൂടി നല്ലതല്ലേ. അപ്പോൾ ഇത് ഒക്കെ ഉണ്ടാക്കി നല്ല മഴയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കുക. ഓക്കെ, ഞാൻ വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.